നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകം ഒന്നടങ്കം കൊറോണ വൈറസിന്റെ ഭീതിയിലാഴ്ന്നിരിക്കുകയാണ്. രാജ്യാന്തര വിമാനത്താവളങ്ങളെല്ലാം ഇപ്പോൾ നിശ്ചലമാണ്. മിക്കവരും യാത്രകൾ ഉപേക്ഷിച്ചു വരികയാണ്. ദിവസവും നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റും എത്തുന്നവരെ എല്ലാ പരിശോധനകളും നടത്തിയാണ് പുറത്തേക്ക് വിടുന്നത്. ഇതിനായി വിമാനത്താവളങ്ങളിൽ കാര്യമായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് തെർമൽ സ്ക്രീനിംഗ്. കൊറോണ പടരുന്നത് തടയുന്നതിനായി ചില പ്രധാന അതും ഏറ്റവും തിരക്കേറിയ രാജ്യാന്തര വിമാനത്താവളങ്ങളെല്ലാം പ്രതിരോധ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ കൊറോണ വൈറസ് ഒരു മാസത്തിനുള്ളിൽ 35 രാജ്യങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. മിക്ക രാജ്യങ്ങളും തന്നെ പുറത്തുനിന്ന് എത്തുന്നവരെ തടഞ്ഞു വരികയാണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യാന്തര ഇവന്റുകളും ഇതിനോടകം തന്നെ ഉപേക്ഷിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വന്നതാണ്. ചൈനയിലേക്കുള്ള മിക്ക വിമാനങ്ങളും സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൈനയിലേക്ക് പോകുന്നത് വിലക്കുകയും ചെയ്തു. ലെവൽ 4 യാത്രാ ഉപദേശമാണ് അവർ നൽകിയിരിക്കുന്നത്. CADC നേരത്തെ തന്നെ ലെവൽ 3 മുന്നറിയിപ്പും നൽകിയിരുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറയുകയും ചെയ്തു. എയർലൈൻ മേഖലയിൽ 2020 $27.8 ബില്യൺ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചു വരുന്നത്. ആഭ്യന്തര വിപണിയിൽ $12.8 ബില്യൺ നഷ്ടമാകുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. കൊറോണ ചൈന വിട്ട് US, കാനഡ, UK, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, മക്കാവു, തായ്ലാന്റ് എന്നിവയുൾപ്പെടെ 35 രാജ്യങ്ങളിൽ കൂടി വ്യാപിച്ചതോടെ വ്യോമയാന മേഖല പൂർണ്ണമായും സ്തംഭിക്കുകയുണ്ടായി. ഇതിനോടൊപ്പം തന്നെ വൻ നഷ്ടമാണ് വ്യോമയാന കമ്പനികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈറസിനെ നേരിടാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ CDC 20 വിമാനത്താവളങ്ങളിലേക്ക് സ്ക്രീനിംഗ് വിപുലീകരിച്ചു കഴിഞ്ഞു. കൊറോണ ഭയം കാരണം യാത്രക്കാർ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് ഫെബ്രുവരി 1 മുതൽ US ഹബ്ബുകളിൽ നിന്ന് ബെയ്ജിംഗ്, ഹോങ്കോങ്, ഷാങ്ഹായ് എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി ഷെഡ്യൂൾ ഫ്ലൈറ്റുകൾ തയ്യാറാക്കുന്നതായി യുണൈറ്റഡ് എയർലൈൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനുവരി 24 മുതൽ ഫെബ്രുവരി 29 വരെ തുടക്കത്തിൽ ചൈനയിലേക്കും പിന്നീട് ഹോങ്കോങ്ങിലേക്കും യാത്രാ ഇളവും പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈനായ അമേരിക്കൻ എയർലൈൻസും ഇത് പിന്തുടരുകയും ബെയ്ജിംഗും ഷാങ്ഹായും സമാനമായ റദ്ദാക്കലുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഏറ്റവും വലിയ എയർലൈനായ എമിറേറ്റ്സ് തങ്ങളുടെ ജീവനക്കാരെ സ്വമേധയാ ലീവ് എടുക്കാനും പ്രഖ്യാപിക്കുകയും ചെയ്തു. തെർമൽ സ്കാനിങ്ങിലൂടെ രോഗിയെ കണ്ടെത്താനാകുമോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു വരികയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം പുതിയ കൊറോണ വൈറസ് ബാധിച്ച 5 യാത്രക്കാരിൽ 1-ൽ താഴെ മാത്രമാണ് വിമാനത്താവളങ്ങളിലെ തെർമൽ സ്കാനിംഗ് കണ്ടെത്തുന്നത്. തെർമൽ സ്കാനറുകളുടെ സംവേദനക്ഷമതയെക്കുറിച്ചും പരാതികൾ ഉയരുന്നുണ്ട്. പുതിയ കൊറോണ വൈറസ് ബാധിച്ച എല്ലാ യാത്രക്കാരും തെർമൽ സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം തെർമോഗ്രാഫിക് ക്യാമറ സ്ഥാപിച്ച് പരിശോധിച്ചു വരികയാണ്. ചില വിദേശ രാജ്യങ്ങളിലെ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നേരത്തെ തന്നെ തെർമോഗ്രാഫിക് ക്യാമറ സ്ഥാപിച്ചിട്ടുമുണ്ട്. തെർമോഗ്രാഫിക് ക്യാമറ, തെർമൽ ഇമേജിംഗ് ക്യാമറ, ഇൻഫ്രാറെഡ് ക്യാമറ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയ്ക്ക് പല സമാനതകളും ഉണ്ട്. കൊറിയൻ യുദ്ധസമയത്ത് സൈന്യമാണ് തെർമോഗ്രാഫിക് ക്യാമറ ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയുന്നു. പിന്നീട് അത് രോഗനിർണയത്തിനും പുരാവസ്തു ഗവേഷണത്തിനുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആധുനിക സെൻസർ ടെക്നോളജിയും സോഫ്റ്റ്വെയറും തെർമൽ ചിത്രമെടുപ്പിന് പുതിയ സാധ്യതകൾ കണ്ടെത്തി പുതുജീവൻ പകർന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ലോകം ഒരുമിച്ച് തന്നെ കൊറോണ വൈറസിനെ അതിജീവിക്കുമെന്ന് തന്നെയാണ് വിശ്വസിച്ചു വരുന്നത്. അതിനാൽ തന്നെയാണ് ഇത്ര പ്രയത്നങ്ങളെല്ലാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.